ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കടായി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ വേറെ സ്പൂണൊന്നും എടുക്കാൻ പോണ്ട. അതേ സ്പൂണിൽ തന്നെ കുറച്ച് സോയാ സോസും കുറച്ച് റെഡ് ചില്ലി സോസും കൂടി ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതേ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി ഇത് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. എനിക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എൻ്റെ ചിക്കൻ്റെ പകുതി ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഈ സമയം തന്നെ ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണേ. ഇനി അത് അധികം നമ്മൾ വേവിക്കൂല, അതുകൊണ്ട് മാക്സിമം വേവിച്ചതിന് ശേഷം മാത്രം ഇത് കോരിയെടുക്കുക. അപ്പോൾ എൻ്റെ ചിക്കന് ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊക്കെ കോരിയെടുത്ത് ബാക്കി അതിലേക്ക് വീണ്ടും ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്യലൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെയാണ് ഞാനിവിടെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടായ എണ്ണയിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി, പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴണ്ട് പോകുകയൊന്നും വേണ്ട. ആ സമയത്ത് അതിലേക്ക് പൊടിയായി അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കുക. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ ചിക്കൻ പൊരിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂണ് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് കുറുകി വരും. ആ സമയം വരെ ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണേ. അതിപ്പോൾ ഇതാ കറി ഇവിടെ ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ വിതറി കൊടുത്താൽ നമ്മളുടെ ചിക്കൻ കടായി ഇവിടെ റെഡിയായി. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ ശരി.